മുഖക്കുരു മാറാൻ പാളയംതോടൻ പഴം മതിയെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അത് ആർക്കും വിശ്വാസമില്ല എന്നൊരു രീതിയാണ്. പക്ഷേ എൻ്റെ മുഖത്ത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുഖം നിറയെ കുരുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കിപ്പോലും നിൽക്കത്തില്ല. അമ്മാതിരി മനം മറിക്കുന്ന രീതിയിലുള്ള മുഖക്കുരു, നെറ്റി കാണാൻ പറ്റാത്ത രീതിയിലുള്ള പഴുത്ത കുരുക്കളും കറുപ്പും. പിന്നീട് എനിക്ക് ദേഷ്യം വന്നിട്ട് പൊട്ടിച്ചിട്ട് മുഖത്ത് നമ്മൾ തുളയിട്ടെടുക്കത്തില്ലേ, അതുപോലെ തോണ്ടി വാരി മുഖം മൊത്തത്തിൽ വികൃതമാക്കിയെടുത്ത് ഞാൻ. അങ്ങനെ കുറേ മരുന്ന്, ഇംഗ്ലീഷ് മരുന്നുകൾ, ആയുർവേദ മരുന്നുകളൊക്കെ പരീക്ഷിച്ചതിന് ശേഷം മടുക്കുന്ന ഒരു ദിവസം സ്കൂളിൽ പോകാൻ മടി എന്നുവെച്ചാൽ മുഖത്ത് അത്രയ്ക്കും വൃത്തികേടാണ്. ആരാണേലും ഒന്ന് അറയ്ക്കും മുഖത്ത് നോക്കാൻ. ആ ഒരു അവസ്ഥ പോലെ അതിന് മുഖം വൃത്തികേടാക്കിയെടുത്ത് ഞാൻ. 9ൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ചാമ്മയുടെ ഒരു ആങ്ങള ആയുർവേദ ഡോക്ടർ. അപ്പോൾ ആ പുള്ളി പറഞ്ഞ്, നീ ഒന്നും ചെയ്യണ്ട, കുറച്ച് പാളയംതോടൻ പഴം എടുത്ത് മുഖത്ത് തേച്ച് കൊടുക്കാൻ പറഞ്ഞു കുഞ്ഞിന്. അങ്ങനെ അച്ചാമ്മമാരാകുമ്പോൾ മക്കളെ ഗ്രാൻഡ് ചൈൽഡിനെ നോക്കാൻ ഭയങ്കര കെയറിങ്ങും അതും ഇതുമൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ മുഖം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മടിയിൽ പിടിച്ച് കിടത്തി എത്ര മണിക്കൂർ ഉറയ്ക്കുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ മടിയിൽ കിടന്നുറങ്ങും. മുഖത്ത് ഫുൾ ഒരച്ച് ആ പഴമൊക്കെ 1ഉം 2ഉം പഴമൊക്കെ ഉരച്ച് തീർക്കും. എന്നിട്ട് അകത്ത് നമ്മുടെ ഏറ്റവും അകത്തുള്ള പഴുപ്പുണ്ടല്ലോ, ആ പഴുപ്പ് വരെ പൾപ്പി ഫോമിൽ എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കൂടിയതിന് എന്ന് വെച്ചാൽ ഉള്ളിലെ അഴുക്കും കാരയും പഴുപ്പും എല്ലാം പുറത്ത് വരണം. അങ്ങനെ ചെയ്ത് ഒരു 1-2 മാസം എനിക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് ഫുൾ മുഖക്കുരു, ഞാൻ കുഴിയിട്ടെടുത്ത് വെച്ചിട്ടിരുന്ന അത് മൊത്തം മാറി. പിന്നെ നെറ്റിയിൽ വന്ന പാടുണ്ടല്ലോ, കറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചിക്കൻ പോക്സ് ഒക്കെ വന്ന ഒരു പാട് പോലായി. അപ്പോൾ അതുവരെ ഒരു 2 മാസം കൊണ്ട് ഈ പാളയംതോടൻ പഴം തേച്ച് മൊത്തത്തിൽ മാറിയതിന് ശേഷം നമ്മുടെ ഫേസ് ഒരു ഗ്ലോ ഉണ്ടല്ലോ, ഒരുവിധം നല്ല കറുപ്പാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വെളുക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരു നല്ല ഗ്ലോയും വരും. സോ നമ്മുടെ ഇപ്പോൾ സിനിമാ നടിമാരൊക്കെ ക്രീം ഇട്ടിട്ട് നടക്കുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഴം തേച്ചിട്ട് വരും. പഴം അരച്ചൊന്നുമല്ല തേക്കേണ്ടത്, അല്ലാതെ ഡയറക്റ്റ് ആ പഴം തോല് കളഞ്ഞ് അതുപോലെ ഡയറക്റ്റ് മുഖത്തൊരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്രത്തോളം മുഖത്തത് തേക്കാൻ പറ്റും അത് നമ്മുടെ ഫേസിന് നല്ല ഗുണമാണ്. പിന്നെ കുറേ പേർക്ക് ഇത് വിശ്വാസമാവില്ല, പക്ഷേ എൻ്റെ ഫേസ് വെച്ചിട്ട് എൻ്റെ അനുഭവം കൊണ്ടും പറഞ്ഞതാണ്. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിന്, മുഖക്കുരുവുള്ള ഫ്രണ്ട്സിന് ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരും ചെയ്തിട്ട് അവർക്കും അത് വിജയകരം ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മുടെ പണ്ടത്തെ ആൾക്കാർക്ക് കുറേ ആയുർവേദ മരുന്നുകളും കുറേ ടിപ്സും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു തലമുറയായിട്ടുള്ളൊരു ബന്ധമോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ട്രൈ ചെയ്യാറുമില്ല, അല്ലെ മെനക്കെടാൻ വയ്യ. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ക്യാഷ് മുടക്കി ഇംഗ്ലീഷ് മരുന്നും അങ്ങനെയൊക്കെ പോകും. സൈഡ് എഫക്റ്റ് എല്ലാം നമ്മൾ സഹിക്കാമെന്നൊരു രീതിയിൽ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഇല്ല, വേറെ അസുഖങ്ങൾ വരില്ല. ഇതെന്ന് വെച്ചാൽ നാടനൊരു റെമഡിയാണ്. പിന്നെ ഇച്ചിരി മെനക്കെടാൻ നമുക്ക് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്, അതറിയാം. എന്നാൽ പോലും നമ്മൾ ഇച്ചിരി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ അതായത് ബാഡായിട്ടുള്ള അസുഖങ്ങൾ വരില്ല, സ്കിൻ ഡിസീസസോ. കാരണം നമ്മൾ ഈ അല്ലാതുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം പിന്നെ മുഖം ഇരുളിയോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ മുഖത്തുള്ള ഈ പാടുകൾ കൂടിയോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇതെന്ന് വെച്ചാൽ അങ്ങനെയില്ല. 100% എൻ്റെ ഫേസിൽ ഞാൻ പരീക്ഷിച്ച്, എൻ്റെ ഫേസിൽ എൻ്റെ 2-3 ഫ്രണ്ട്സിനും ഞാൻ പറഞ്ഞു കൊടുത്ത് ഓക്കെ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അത്. പക്ഷേ നമ്മളിപ്പോൾ 1-2 ദിവസമൊക്കെ ചെയ്യുമ്പോഴും ഇത് ഇത്രയും കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ളതെല്ലാം പഴുപ്പ് പുറത്ത് വരികയാണ്. പിന്നീട് വീണ്ടും കുരു വരാൻ സാധ്യതയുള്ളതെല്ലാം നമുക്ക് പൊങ്ങി പുറത്ത് വന്ന് അങ്ങനെ മാത്രമേ നമ്മുടെ മുഖത്തുനിന്ന് അത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെടാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ നമ്മൾക്ക് വേറെ ഒരു അസുഖങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഗ്ലോയുള്ള മുഖക്കുരു മാറിയ നല്ലൊരു സ്കിന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നീട് കാരണം എൻ്റെ അച്ചാമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചുമക്കളെ ഭയങ്കരമായിട്ട് നോക്കും. ഇപ്പോഴത്തെ എനിക്കറിഞ്ഞൂടാ, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ടൈം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ ചെയ്തിട്ടുള്ള എല്ലാ റെമഡീസും, ഓരോരോ റെമഡീസ് എന്നിൽ ചെയ്തിട്ടുള്ളത് എനിക്കറിയാവുന്നതായിട്ടുള്ള റെമഡീസ് വരും വീഡിയോകളിൽ ഞാൻ പറയാം. പിന്നെ എൻ്റെ അനുഭവങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യാം. ഈ പഴം മാക്സിമം മുഖക്കുരു ഉള്ളവർ ജസ്റ്റ് ഒന്ന് 1 മാസമോ 2 മാസമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ്ലി അറിയണമെങ്കിൽ ഒരു 2-3 മാസമെങ്കിലും മിനിമം എടുക്കും.